അന്നത്തെ ദിവസം അങ്ങനെ തന്നെ പോയി. നീലി പറഞ്ഞതുപോലെ ആരും അവളോട് മിണ്ടാനും വന്നില്ല. അത് അവൾക്കൊരു പുത്തിരിയല്ലായിരുന്നു. വൈകുന്നേരം വീട്ടിലേക്ക് പവി നീലിൻ്റെ കൂടെ തന്നെയാണ് പോയത്. വീട്ടിൽ വന്നപാടെ എല്ലാവരെയും ഇന്ന് നടന്ന സംഭവം പറഞ്ഞ് കേൾപ്പിക്കുന്ന തിരക്കിലാണ് പവി. ഡൈനിങ് ടേബിളിൽ ചുറ്റുമിരുന്ന് പവിയുടെ വർത്താനം കേൾക്കുകയാണ് എല്ലാവരും. ഗിരിയും മധുവും പാറുമയും നല്ല പോലെ ഇൻട്രസ്റ്റി ആയിട്ട് അവളുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട്. വാതോരാതെ കലപില പറയുന്ന പെണ്ണിലായിരുന്നു നീലിൻ്റെ കണ്ണുകൾ. അവളുടെ ഉണ്ടക്കണ്ണും ചുവന്നു തുടുത്ത ചുണ്ടുകളും മുഖത്തെ ഭാവങ്ങളിലുമെല്ലാം അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു. എന്തോ ഒരു പ്രത്യേക സൗന്ദര്യം കൂടിയതുപോലെ അവൾക്ക്. നീലിനെന്തോ അവളെ കെട്ടിപ്പിടിച്ചു നിൽക്കാൻ തോന്നി. അപ്പോഴാണ് ഗിരിക്കൊരു ഫോണ് വരുന്നത്. അന്നയായിരുന്നു. അത് കണ്ട് പുള്ളിക്കാരൻ ചാടിത്തുള്ളി ഫോൺ എടുത്തുകൊണ്ട് ഓടി. പിന്നെ കുക്കറിൻ്റെ വിസിലടിച്ചതും അയ്യോ എൻ്റെ കുക്കറെ എന്ന് പറഞ്ഞ് പാറുമ നേരെ അടുക്കളയിലേക്ക് ഓടി. പുറകെ മണപ്പിച്ചു മധുവും. പിന്നെ അവിടെ പവിയും നീലും മാത്രമായി. പവി എല്ലാവരും പോയ വഴിയെ നോക്കി ചുണ്ടുകോട്ടി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ പവി ഇരുന്ന കസേരയിലിരുന്നു എന്ന് ഉയർന്നു പൊങ്ങി. പവി കണ്ണു മിഴിച്ച് നീലിനെ നോക്കി. അവിടെ ഫുള്ളും കള്ളച്ചിരി. അവൻ അവളെയും എടുത്ത് മുകളിലേക്ക് നടന്നു. പവി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുന്ന തിരക്കിലും. മുറിയുടെ മുന്നിലെത്തിയതും അവളെ നിലത്തിറക്കി അവൻ. അവൾ സംസാരിക്കാൻ വാർ തുറക്കുന്നതിന് മുന്നേ തന്നെ അവൻ അവളെ പൂണ്ടടക്കം പുണർന്നു. അവളൊന്നും മനസ്സിലാകാതെ നിന്നു. നീലേട്ടാ. മിണ്ടല്ലേ പവി, കുറച്ചു നേരം ഇങ്ങനെ നിൽക്കട്ടെ, മിണ്ടല്ലേട്ടോ. അവൾ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപേ അവൻ പറഞ്ഞു. അവളിൽ നിന്നും അകലാതെ അങ്ങനെ തന്നെ വാതിൽ തുറന്ന് അകത്ത് കയറി വാതിലടച്ചു. പവി ചിരിയോടെ അവനെ തിരികെ ഇറുക്കെ പിടിച്ചു. നീ ഹാപ്പിയല്ലേ പവി? ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള നീലിൻ്റെ ചോദ്യം കേട്ട് അവൾ ഒന്നും മിണ്ടാതെ നിന്നു. പിന്നെ അവൾ പറഞ്ഞു തുടങ്ങി. ഇങ്ങനെ എന്നെ നെഞ്ചിൽ പൊതിഞ്ഞ് പിടിക്കാൻ, സങ്കടം വരുമ്പോൾ കൂടെ നിൽക്കാൻ, എല്ലാത്തിനും ഏട്ടനുള്ളപ്പോൾ ഞാൻ ഹാപ്പി ആയിരിക്കില്ലേ? എന്തോ എനിക്ക് ഏട്ടൻ എപ്പോഴും അടുത്ത് വേണമെന്നൊരാഗ്രഹം. അവളുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിക്കും അവൻ. പെട്ടെന്നാണ് കോളിംഗ് ബെൽ മുഴങ്ങുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടിട്ടും നീലിനൊരു കുലുക്കവും ഉണ്ടായില്ല. നിന്ന നിൽപ്പ് തന്നെ നിന്നു. ഏട്ടാ. പവി അവൻ്റെ പുറത്ത് തലോടി വിളിച്ചു. എന്താ പെണ്ണേ? ഒന്ന് കുറുകിക്കൊണ്ട് അവൻ വിളി കേട്ടു. ദേ ആരെ വന്നേക്കുന്നു. അതിനിപ്പോൾ എന്താ, ആരെങ്കിലും വരട്ടെ. ഞാൻ പോയി നോക്കട്ടെന്നേ. വേണ്ട, അത് അമ്മ നോക്കിക്കോളും. അത് ശരിയാവില്ല കേട്ടോ, വിട്ടേ. പവി. അവൻ പരിഭവത്തോട് അവളിൽ നിന്ന് അകന്നു മാറി വിളിച്ചു. അവൾ അവൻ്റെ പരിഭവം നിറഞ്ഞു കൂർത്തു വന്ന ചുണ്ടിലൊന്ന് അമർത്തിമുത്തി ചിരിയോടെ താഴേക്ക് ഓടി. നീല ഒരു നീക്കം പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഷോക്കായി പോയി. പിന്നെ പതിയെ ചിരിയോടെ അവൻ താഴേക്ക് നടന്നു. പാർമ വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് സന്തോഷത്താൽ മുന്നോട്ട് വന്നു. അല്ല ആരിത്? പ്രിയമോളും ശ്രുതിയോ? വാ അകത്തേക്ക്. പുഞ്ചിരിയോടെ അവർ അകത്തേക്ക് കയറി. പവി താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ കാണുന്നത് പ്രിയയെയും ശ്രുതിയെയുമാണ്. അവരെ കണ്ട് സന്തോഷത്തോടെ അവൾ അവരുടെ അടുത്തേക്ക് വന്നു. ശ്രുതി, പ്രിയെ, എന്താ നിങ്ങളിവിടെ? പവി ആവേശത്തോടെ പറഞ്ഞു. എന്താ, ഞങ്ങൾക്ക് ഇവിടെ വരാൻ പാടില്ലേ? ശ്രുതി അത് ചോദിച്ചപ്പോൾ എന്തോ പവിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. പവി പറയാൻ തുടങ്ങിയതും പാറും ആ വിഷയം മാറ്റി. നീല് താഴേക്ക് വരുമ്പോൾ കാണുന്നത് ശ്രുതിയെയും പ്രിയയെയുമാണ്. നീലിനെ കണ്ട ശ്രുതിയുടെ കണ്ണുകൾ തിളങ്ങി. വശ്യതയോടെ അവൾ അവനെ നോക്കി. പ്രിയ ഓടിപ്പോയി നീലിനോട് സംസാരിക്കാൻ തുടങ്ങി. പ്രിയ വന്നത് നീലിന് സന്തോഷമായെങ്കിലും ശ്രുതിയെ അങ്ങോട്ട് പിടിച്ചില്ല. ഞങ്ങൾ ഒരാഴ്ച ഉണ്ടാവും ഇവിടെ, കുഴപ്പമില്ലല്ലോ. ഞങ്ങൾക്കെന്താ കുഴപ്പം, മക്കൾ നിന്നു, പാറുമ പുഞ്ചിരിയോടെ പറഞ്ഞു. ശ്രുതിയുടെ സ്വഭാവത്തിൽ പാറുമയ്ക്ക് നല്ല വിഷമമുണ്ടെങ്കിലും ഇപ്പോൾ അവൾ പാവമായി എന്ന ധാരണ പാറുമ അവളെയും സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഗിരിയും മധുവും വന്നിരുന്നു. എല്ലാവരും പരസ്പരം സംസാരിക്കുമ്പോൾ പവി മാത്രം ഒറ്റക്കായതുപോലെ. നീലും ഗിരിയും പ്രിയയോട് സംസാരിക്കുന്ന തിരക്കിലാണ്. പ്രിയയ്ക്ക് പവയുടെ വിഷമം മനസ്സിലായി. ആദ്യം നല്ല വിഷമം തോന്നിയെങ്കിലും താനും ഇതാണ് തറവാട്ടിൽ അനുഭവിച്ചത്, പവിയും അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ച് സംസാരം തുടർന്നു. അപ്പോൾ പ്രിയയുടെ ഉള്ളിൽ ശ്രുതി കുത്തി നിറച്ച വിഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അന്നത്തെ ദിവസം ഇതുപോലെയൊക്കെ തന്നെ പോയി. രാത്രി നീല് കിടക്കാൻ വരുമ്പോൾ ബെഡിലിരുന്ന് എന്തൊക്കെയോ ചിന്തിക്കുകയായിരുന്നു പവി. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. എന്താ പെണ്ണെ, നീ എന്നതായി ചിന്തിക്കുന്നേ? അവളെ കൈക്കുള്ളിലാക്കി അവൻ ചോദിച്ചു. അത് ഇന്ന് എനിക്കെന്തോ പോലെ തോന്നിയേട്ടാ, മടിയോടെ അവൾ പറഞ്ഞു. എന്തുപോലെ? പുരികം ചുളിച്ച് അവൻ ചോദിച്ചു. അവൾക്ക് തോന്നിയ ഫീലിംഗ് അവൾ അവനോട് പറഞ്ഞു. പവി, ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോടി, സോറി. നിനക്ക് ഇത്രയും ഫീലാകുമെന്ന് അറിഞ്ഞില്ല.
ഏയ് അതൊന്നും കുഴപ്പമില്ല. ഇനി എന്നെ മൈൻഡ് ചെയ്തില്ലേ ഞാൻ ആ പ്രിയനെ സ്റ്റെപ്പിന് തള്ളി താഴെയിടും, നോക്കിക്കോ. ഡീ പെണ്ണെ, എൻ്റെ അനിയത്തി കൊച്ചിനെ വെറുതെ വിട്ടേടി, ഞാൻ മൈൻഡ് ചെയ്തോളാം, പോരെ? മതിയല്ലോ. പിന്നെ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് ഇടണ കാര്യം മറക്കണ്ട. പിറ്റേന്ന് രാവിലെ പതിവിലും നേരത്തെ എഴുന്നേറ്റ് പവി ജോലി തുടങ്ങി. അതിഥികൾ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം പണിയുണ്ട്. പാറുമേനെ ഒറ്റക്കാക്കാതെ അവളും എല്ലാത്തിനും കൂടി. ശ്രുതിയും പ്രിയയും ഗസ്റ്റ് റൂമിലാണ് കിടന്നത്. പ്രിയ ഫ്രഷായി റൂമിന് പുറത്തിറങ്ങാൻ നേരത്തെ കിടക്കയിൽ കിടന്നുകൊണ്ട് ശ്രുതി അവളെ വിളിച്ചു. നിന്റെ ആഗ്രഹം പോലെ അവളെ ഒരു പാഠം പഠിപ്പിക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇന്നെന്തായാലും ഒന്നും വേണ്ട, പക്ഷേ നാളെ അത് ഉണ്ടാകണം. അതിന് നീ തയ്യാറല്ലേ? പ്രിയ അല്പനേരം മിണ്ടാതെയിരുന്നു. എന്നിട്ട് പറഞ്ഞു, തയ്യാറാണ്. അത്രയും പറഞ്ഞ് മുറിക്ക് വെളിയിലിറങ്ങി. പ്രിയ പോകുന്നത് നോക്കി ശ്രുതി ക്രൂരതയോടെ മന്ദഹസിച്ചു. പല്ലവി, നിന്റെ സമയം നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും എണ്ണി എണ്ണി ഞാൻ നിന്റെ അവസാനം നടത്താൻ പോകുക. എൻ്റെ സ്വപ്നങ്ങൾ, പണം, സ്വത്ത് എല്ലാം അവൻ്റെ കയ്യിലാണ്. അതാണ് നീ എന്നിൽ നിന്ന് പറിച്ചെടുക്കാൻ നോക്കിയത്. ഞാൻ ശ്രുതിയാണ്. എൻ്റെ ആഗ്രഹം നേടാൻ ഏതറ്റവും ഞാൻ പോകും. അവൾ എരിയുന്ന കണ്ണുകളോടെ മനസ്സിൽ മന്ത്രിച്ചു. പവി അടുക്കള ജോലി ചെയ്യുമ്പോഴാണ് പ്രിയ കയറി വരുന്നത്. ജോലി ചെയ്യുന്ന പവിയെ ഇത്തിരി നേരം നോക്കി നിന്നു. എന്തോ തൻ്റെ മനസ്സ് വേദനിക്കുന്നു, പാടില്ല എന്ന് പറയുന്നത് പോലെ. അവൾ തലയൊന്ന് കുടഞ്ഞ് പവിയെ മൈൻഡ് ചെയ്ത് പാറുമ്മയുടെ അടുത്തേക്ക് നടന്നു. പാറുമ്മയോട് ഒത്തിരി സംസാരിച്ചുവെങ്കിലും പവിയോട് 1-2 വാക്കിൽ നിർത്തി. പ്രിയക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ടാവില്ല എന്ന് കരുതി പവിയും അങ്ങോട്ട് ചെന്നില്ല. നീലും പവിയും ഒരുമിച്ചാണ് കോളേജിലേക്ക് ഇറങ്ങിയത്. ഫസ്റ്റ് ഇയറിലെ ഫൈനൽ എക്സാമിൽ 2 സബ്ജക്റ്റ് കൂടി എക്സാം ഉണ്ട്. ഇന്നും നാളെയുമായിട്ട്. അതുകൊണ്ട് കാലിൽ കയറി ഭയങ്കര പഠിപ്പിക്കലാണ് പുള്ളിക്കാരത്തി. നീലും അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബസ് സ്റ്റോപ്പിൽ നിർത്തി അവൻ അവളോട് പറഞ്ഞു, പവി, അന്നുണ്ട്, അവളുടെ കൂടെ പൊക്കോ. എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. നന്നായിട്ട് പഠിച്ചോ, ഞാൻ വൈകിട്ട് നേരെ വീട്ടിലേക്ക് വരൂ. അവളുടെ കവിളിൽ തട്ടി അവൻ പറഞ്ഞു. പവി അവനെ നോക്കി കണ്ണി ചിമ്മി കാറിൽ നിന്നിറങ്ങി അന്നയുടെ അടുത്തേക്ക് പോയി. പവി പോകുന്നത് നോക്കി നീൽ കാറെടുത്തു. ഇത്രയും നേരം പുഞ്ചിരി തൂകിയ മുഖം പെട്ടെന്ന് കടുത്തു. അല്പം ദൂരം കഴിഞ്ഞ് കാറ് മുന്നോട്ട് പോയി. കുറച്ചു പോയി കഴിഞ്ഞതും വഴിയിൽ നീലിനു വേണ്ടി കാത്തുനിന്ന് ഗിരിയും പാർത്തിയും അവൻ്റെ കാറ് കണ്ട് ബൈക്കിൽ നിന്നും ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവരും കാറിൽ കയറി. ആരും ഒന്നും തന്നെ മിണ്ടുന്നില്ല. മൗനത്തെ ഭേദിച്ച് നീല് തന്നെ സംസാരിക്കാൻ തുടങ്ങി. എല്ലാം ഓക്കെ അല്ലേ? അവരെ വിളിച്ചു പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവരിറങ്ങിയിട്ടുണ്ടാവും. നമ്മൾ അപ്പോഴേക്കും അവിടെ എത്തും, കൗശലത്തോടെ ഗിരി പറഞ്ഞു. പാർത്തിയും അത് കേട്ട് പുച്ഛത്തോടെ ചിരിച്ചു. മണിക്കൂറുകൾ നേരത്തെ യാത്രയ്ക്ക് ശേഷം നീലിൻ്റെ കാർ ഒരു പടുകൂറ്റൻ ഹോട്ടലിന് മുന്നിൽ വന്നു നിന്നു. നീലിൻ്റെ കണ്ണുകൾ ആദ്യം പോയത് മുന്നിൽ കാണുന്ന പോലീസ് ജീപ്പിലേക്കാണ്. അത് കണ്ടതും അവൻ്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി തെളിഞ്ഞു. താൻ വിരിച്ച വലയിൽ കുടുങ്ങിയ പ്രാവിനെ നോക്കി ചിരിക്കുന്ന വേട്ടക്കാരൻ്റെ ചിരി. അവരകത്തേക്ക് നടന്നു. സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് വരുന്നതിന് മുന്നേ ലിഫ്റ്റിൽ നിന്നും പോലീസുകാർ ഇറങ്ങി. പാർത്തിയും ഗിരിയും നീലും അവരിൽ തന്നെ ദൃഷ്ടി ഊന്നി. അവരുടെ പുറകിൽ തലയും താഴ്ത്തി ഭീതിയോടെ വരുന്ന അർദ്രയുടെ മേൽ എല്ലാവരുടെയും കണ്ണുകൾ വീണു. അത് കണ്ട് മൂവരും കണ്ണുകൾ വിടർത്തി അവളെ തന്നെ നോക്കി. കൂടെ പവിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവനെയും കണ്ടു. നീലിൻ്റെ സകല ക്ഷമയും നശിച്ചു. ദേഷ്യം കൊണ്ട് വിറക്കുന്നവൻ്റെ കൈകളിൽ നീല ഞരമ്പുകൾ ഉയർന്നു. അവരുടെ അടുത്തേക്ക് പോകാനാഞ്ഞ നീലിനെ ഗിരി പിടിച്ചു നിർത്തി. അർത്തിരയുടെ അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ട് അവരുടെ പുറകെ തന്നെയുണ്ട്. ദേ, അവനെ അന്വേഷിച്ചു വന്ന പോലീസാ. കഞ്ചാവ് കേസാന്നാ കേട്ടെ. അപ്പോഴല്ലേ ദേ ആ പെങ്കൊച്ചും കൂടി. ഇതുങ്ങൾക്കൊക്കെ എന്തിൻ്റെ സൂക്കേടാണെന്ന് അറിയാത്തെ. പുറകിൽ നിന്ന് കുശുകുശുകുന്നവരോട് വാക്കുകേട്ട് നീൽ ദീർഘശ്വാസമെടുത്ത് അവരുടെ അടുത്തേക്ക് നടന്നു. പാർത്തിയും അടങ്ങാനാകാത്ത ദേഷ്യത്തിൽ തന്നെയായിരുന്നു. മുന്നിലൂടെ നടന്നു വരുന്ന നീലിനെ കണ്ട അർത്തിര അപമാനത്തോടെ തലവെട്ടിച്ചു. ഈ നിമിഷം ഭൂമി പിളർന്ന് താഴെ പോകാൻ തോന്നിയവൾക്ക് തൊലി ഉരിഞ്ഞുപോയി. ഹലോ മിസ് അർത്തിര, ഞങ്ങളെയൊക്കെ അറിയാമല്ലോ അല്ലേ? നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനല്ല, നീ തന്നെയാണ്. കേട്ടിട്ടില്ലേ, ലൈഫ് ഈസ് ബൂമറാങ്, യു ഗെറ്റ് വാട്ട് യു ഗീവ് കർമ്മ. നീ എന്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അത് തന്നെ നിനക്ക് തിരിച്ചു കിട്ടും. ഇത് മാത്രം പറഞ്ഞു മറ്റൊന്നും പറയാതെ അവൻ പിന്തിരിഞ്ഞ് നടന്നു. മോളെ അഴിച്ചുവിടുമ്പോൾ ഇതൊന്നും ഓർത്തില്ലേ? നിങ്ങൾ കാരണമാണ് ഇവൾ ഇങ്ങനെ. ഒരു പ്രാവശ്യം വിലക്കിയിരുന്നു എങ്കിൽ. ബാക്കി പറയാൻ നിൽക്കാതെ ഗിരിയും നീലിൻ്റെ ഒപ്പം പോയി. അർത്തിരക്ക് തീയിൽ കിടന്നുരുകുന്നത് പോലെ തോന്നി. തലയുയർത്തി നോക്കിയപ്പോൾ കിട്ടിയത് പാർത്തിയുടെ കത്തുന്ന നോട്ടമായിരുന്നു. ആ നോട്ടത്തിൽ അടിമുടി വിറച്ചുപോയി അവൾ. എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കുകയാണ് അന്നയും പവിയും. ഡാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ?
അന്നത് ചോദിച്ചതും അവളുടെ പുറത്തിനൊരു കൊട്ട് കിട്ടി. എടി മലരെ, ഇപ്പം എന്തിനാ നീ എന്നെ അടിച്ചേ? എടി സോറിടി, ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ വെറുതെ, പവി പമ്മി നിന്ന് പറഞ്ഞു. ഓ എൻ്റെ മുതുക്, എൻ്റെ കർത്താവേ ഈശോയെ, എന്നെ എത്രയും വേഗം അങ്ങ് വിളിക്കണേ, തല്ലുകൊണ്ട് ചാവാൻ വയ്യാഞ്ഞിട്ടാ സത്യം. അന്ന അപ്പോൾ തന്നെ കർത്താവിനോട് പരാതി പറഞ്ഞു. പിന്നെ സോറി പറഞ്ഞ് എല്ലാം സെറ്റാക്കി. ഇന്ന് വരുമോ നീ? പക്ഷേ ഡ്രസ്സില്ല. എന്നൊരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് അങ്ങോട്ട് വരാം. എന്തോ ഓക്കെ അല്ലേ? ആ അതാവുമ്പോൾ ഓക്കെ. എന്നാൽ നീ വിട്ടോ, ഞാൻ ചെല്ലട്ടെ. അങ്ങോട്ട് വന്നേക്കണം കേട്ടോ. അതും വിളിച്ചു കൂവി പവി നടന്നു. പൊട്ടി. അവൾ പോകുന്നത് നോക്കി അന്ന പതിയെ മൊഴിഞ്ഞു. തനിക്ക് കിട്ടിയ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമായിരുന്നു. അല്ല, ഫ്രണ്ടല്ല, കൂടെപ്പിറപ്പ്. അതാണ് പവി അവൾക്ക്. പവി വീട്ടിൽ വന്നപ്പോൾ ശ്രുതിയും പ്രിയയും പുറത്തേക്ക് പോകുവാൻ ഇറങ്ങി വരുമായിരുന്നു. പവി അവരെ കണ്ട് തല ഉയർത്തി ഒന്ന് ചിരിച്ചെങ്കിലും അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവർ മുന്നോട്ട് പോയി. ഇപ്പോൾ വലിയ വിഷമമൊന്നും അവൾക്ക് തോന്നിയില്ല. അവളുടെ മനസ്സിൽ അന്ന വരുന്ന കാര്യം നീലിനെ കണ്ട് ഇന്നത്തെ കാര്യങ്ങൾ പറയാനുള്ള എക്സൈറ്റ്മെൻറ്റ് മാത്രമായിരുന്നു. നീലിനെ പ്രതീക്ഷിച്ച് അവൾ വീട്ടിലേക്ക് ഓടിക്കയറി. സാധാരണ നീല് വീട്ടിലുണ്ടാവുന്ന സമയത്ത് പവി വരുന്നത് നോക്കി ഹാളിൽ തന്നെ ഉണ്ടാകും. അവനെന്നാൽ സോഫ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ട് എന്തോ പോലെ തോന്നി പവിക്ക്. മോള് വന്നോ? ദേ അവര് ഇപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോയതേ ഉള്ളൂ. മോൾക്കും പോവായിരുന്നല്ലോ, പാർവ വിഷമത്തോടെ പറഞ്ഞു. അയ്യോ അതൊന്നും കുഴപ്പമില്ല എൻ്റെ അമ്മേ, അതൊക്കെ പോട്ടെ. നീലേട്ടൻ വന്നില്ലേ? പവി പാറുമ്മയുടെ ഉത്തരത്തിനായി കാത്തു. അവൻ മോളുടെ കൂടെ ഇല്ലേ? ഞാൻ വിചാരിച്ചു മോളുടെ കൂടെ ആയിരിക്കുമെന്ന്. ഇനി അവൻ വരുന്നതേ ഉള്ളൂ. അത് പറഞ്ഞ് പാറുമ്മ അകത്തേക്ക് പോയി. പവി നിരാശയോടെ മുറിയിലേക്ക് നടന്നു. റൂമിൽ വന്ന് കുറച്ചു നേരം കിടന്നു. സമയം പോയതും വൈകാതെ പവി കുളിക്കാൻ കയറി. ഇതേ സമയം തന്നെ നീലും വീട്ടിൽ വന്നു. മുറിയിൽ വന്ന് കതകടച്ച് തിരിഞ്ഞതും പവി കുളി കഴിഞ്ഞിറങ്ങിയതും ഒപ്പമായിരുന്നു. ഒരു ബാത്റൂം മാത്രമാണ് അവൾ ഇട്ടിരുന്നത്. പവി പെട്ടെന്ന് നീലിനെ കണ്ട് പേടിച്ചു. അയ്യോ എൻ്റെ ഭാര്യ പേടിച്ചോ? വളിച്ച ചിരിയോടെ നീൽ അത് പറഞ്ഞതും പവി അവന് നേരെ കൊഞ്ഞനം കുത്തി ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി. ഓയ് കൊഞ്ഞലം കുത്തൊന്ന് കാണിച്ചു തരാട്ടോ. ഇതും ആത്മഗതിച്ച് നീല് വാച്ചും പേഴ്സും ടേബിളിൽ വെച്ചിട്ട് ഡ്രസ്സിംഗ് റൂമിലോട്ട് ഓടി. പവി ഡോർ അടക്കുന്നതിന് മുന്നേ പുള്ളി വാതിൽ തള്ളി തുറന്നകത്ത് കയറിയിരുന്നു. പവി ഇപ്പോൾ എന്തുണ്ടായി എന്ന ഭാവത്തിൽ കിളിപാറി നിൽക്കുവാണ്. ഒരു കാറ്റ് പോലെ എന്തോ സാധനം പവി വായും പൊളിച്ച് തിരിഞ്ഞു നോക്കി. അത് 32 പല്ലും കാണിച്ച് എളിച്ചുകൊണ്ട് തോണ്ടി തൻ്റെ സ്വന്തം ഭർത്തു. പവി ആദ്യം തന്നെ സ്വന്തം കോലമൊന്ന് നോക്കി. നിങ്ങളെന്തിനാ മനുഷ്യ ഇങ്ങോട്ട് വന്നേ? ചമ്മൽ തോന്നിയെങ്കിലും അത് മറച്ചു വെച്ച് ഗൗരവത്തോടെ അവൾ പറഞ്ഞു. എൻ്റെ ഭാര്യനെ കാണാൻ. എൻ്റെ കൃഷ്ണ, ഇങ്ങേരെന്നെ ഈ ചിരിയിൽ വീഴ്ത്തുപോ. അയ്യോ നോ പവി, കൺട്രോൾ. സ്വയം ഒന്ന് പറഞ്ഞ് അവൾ അവന് നേരെ തിരിഞ്ഞു. അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ നീല അവളുടെ തൊട്ടു മുന്നിലെത്തിയിരുന്നു. ഒരു നൂലിഴ വ്യത്യാസം. പവി ശിലകണക്കെ നിന്നു. ഒരു നിമിഷം രണ്ടുപേരും ശ്വാസമെടുക്കാൻ മറന്നു. നീലിൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ഇഴഞ്ഞു. ഒരേങ്ങലോടെ പവി അവനെ അള്ളിപ്പിടിച്ചു. അവൻ്റെ കൈകൾ അവളുടെ ബാത്റൂമിൻ്റെ കെട്ടിൽ നിന്നു. പവി ഒന്നുകൂടെ അവനിലേക്ക് ചേർന്ന് നിന്നു. അവൻ്റെ കൈകൾ അവളുടെ ബാത്റൂമിൻ്റെ കെട്ടുകൾ അഴിച്ചു. അതോടൊപ്പം അവൻ്റെ കൈകൾ അതിൻ്റെ ഉള്ളിലൂടെ അവളുടെ നഗ്നമായ അണിവയറിൽ അമർന്നു. അവൻ്റെ കൈകൾ അവിടെ അമർന്നതും പവി അവനെ വലിച്ചടുപ്പിച്ച് ചുണ്ടുകളാൽ അവൻ്റെ ചുണ്ടിനെ നുകർന്നു. മൃദുവായി ഒട്ടും തിരക്കില്ലാതെ അവൾ അവനിൽ മധുരം നൽകി. അല്പം കഴിഞ്ഞതും അവൾ ചുണ്ടുകൾ പിൻവലിക്കാനാഞ്ഞതും അതേ ശക്തിയിൽ അവൻ വീണ്ടും അവളുടെ ചുണ്ടുകളിലേക്ക് ചേക്കേറി. എത്ര നേരം നിന്നെന്നറിയില്ല. ഒട്ടും പറ്റാതെയായതും അവൻ അവളിൽ നിന്നും അകന്നു മാറി. കിതപ്പകറ്റുമ്പോഴാണ് പവി ഞെട്ടലോടെ ആ കാര്യം മനസ്സിലാക്കിയത്. അവളുടെ ബാത്റൂം പകുതി അഴിഞ്ഞു കിടക്കുകയാണ് എന്ന്. അപ്പോൾ തന്നെ അവൾ നീലിനെ നോക്കി. അവിടെ നിറഞ്ഞ കള്ളച്ചിരിയാണ്. അത് കണ്ടതും പവിയുടെ മുഖം രക്തവർണ്ണമായി. ഡ്രസ്സ് നേരെയാക്കി അവൾ അപ്പോൾ തന്നെ അവന് നേരെ കണ്ണുരുട്ടി. അവൻ അവളുടെ അടുത്തേക്ക് ഓരോ ചുവട് വെച്ചു. പവി അതിനോടൊപ്പം പുറകിലേക്ക് നീങ്ങി. ഭിത്തിയിൽ തട്ടി നിന്നതും നീല അവളെയും പൊക്കിയെടുത്ത് ബെഡിൻ്റെ വശത്തേക്ക് നടന്നു. പവി കിടന്ന് കുതറിയെങ്കിലും അവൻ്റെ ചുണ്ടുകൾ നെറ്റിയിൽ പതിഞ്ഞതും അവനെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിച്ചു. അവിടെ നിശ്വാസങ്ങളും പവിയുടെ കുഞ്ഞു ശബ്ദങ്ങളും നിറഞ്ഞു. ശ്രുതിയും പ്രിയയും രാത്രി 7 മണിയൊക്കെ ആയപ്പോഴാണ് വന്നത്. അന്ന അന്ന് തന്നെ പറഞ്ഞ് നാളെ വൈകിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അതിൻ്റെ പേരിൽ മുഖം വീർപ്പിച്ച് നടക്കുകയാണ് പവി. അവളുടെ പുറകെ ഓരോ കുസൃതിയും കാണിച്ച് നീലുമുണ്ട്. ഗിരിയാണേൽ കൊച്ചു TV കണ്ടുകൊണ്ട് ഡോറയ്ക്ക് വഴി പറഞ്ഞിരിക്കുകയാണ്. കൂട്ടിന് മധുവുമുണ്ട്. ഇടയ്ക്ക് പവിയും തലയിട്ട് നോക്കിയിട്ട് പോവും. ഇതൊക്കെ കണ്ട് ഏത് ജീവി എന്ന മട്ടിൽ നിൽക്കാനേ പാറുമ്മയും നീലിനും കഴിഞ്ഞുള്ളൂ.
ഇവരുടെ സന്തോഷം കണ്ട് ശ്രുതിയുടെ പല്ലുകൾ ഞെരിഞ്ഞു. പക്ഷേ പ്രിയയ്ക്കെന്തോ അസ്വസ്ഥത തോന്നി. താൻ കാരണം എന്നൊരു ചിന്ത വന്നു അവളുടെ മനസ്സിൽ. പക്ഷേ ശ്രുതി അതെല്ലാം തന്ത്രപൂർവ്വം മാറ്റി. ശ്രുതി നാളേക്കായി കാത്തിരിക്കുകയാണ്. പ്രിയയുടെ ടെൻഷൻ കൂടിക്കൊണ്ടേയിരുന്നു. താൻ മിണ്ടാത്തതിൻ്റെ ഒരു പരിഭവം കാട്ടാതെ തന്നെ കഴിപ്പിക്കുന്ന പവിയുടെ മുഖം കാണുന്നതും അവൾക്ക് കുറ്റബോധം തോന്നി. പക്ഷേ തന്നെ അധികം ശ്രദ്ധിക്കാതെ പവിയേട്ടന്മാർ ശ്രദ്ധിക്കുന്നത് കണ്ട് അവളിൽ വീണ്ടും ശ്രുതിയുടെ വാക്കുകൾ വീണുടഞ്ഞു. ഇതെല്ലാം പ്രിയയുടെ മനസ്സിലെ വെറും ചിന്തകൾ മാത്രമായിരുന്നു. രാത്രി നീലിൻ്റെ നെഞ്ചിൽ കിടന്ന് ഇന്നത്തെ ഓരോന്നും പറഞ്ഞ് കേൾപ്പിക്കുന്ന തിരക്കിലാണ് പുള്ളിക്കാരത്തി. പെട്ടെന്ന് അവൾ സംസാരം നിർത്തി. കാര്യം മനസ്സിലാവാതെ നീൽ അവളെ നോക്കി. എന്താ പെണ്ണേ? അതോ അറിയില്ല, പക്ഷേ വിശക്കുവാ. കുഞ്ഞുകുട്ടികൾ പറയണത് പോലെ ചുണ്ടു പിളർത്തി പറയുന്ന പവിയെ കണ്ട് ചിരി വന്നു അവന്. കളിയാക്കണ്ട, എനിക്ക് വിശന്നോണ്ടല്ലേ, കളിയാക്കണ്ട കേട്ടോ. ഈ ഇടയായിട്ട് എനിക്കൊന്നും അറിയില്ല, നല്ല വിശപ്പ്. മതി മതി, വാ, ഞാൻ അടുക്കളയിൽ പോയിട്ട് എന്തേലും എടുത്തു തരാം. അത് പറഞ്ഞ് ആരെയും ഉണർത്താതെ അവൻ അവളെയും കൂട്ടി അടുക്കളയിലേക്ക് നടന്നു. എന്നാൽ വെള്ളമെടുക്കാൻ വാതിൽ തുറന്നു വന്ന ശ്രുതി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൻ അവളെ കെയർ ചെയ്യുന്നത് കണ്ട് അവളുടെ കണ്ണുകളിൽ പകയാളി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല പല്ലവി. നീല് അവൻ എനിക്കാ, എൻ്റെയാ, എനിക്കുള്ളതാ, തരില്ല ഞാൻ. നിന്റെ സമയം കഴിയാറായി പവി. മനസ്സിൽ ഇത് മുഴിഞ്ഞ് ശ്രുതി ദേഷ്യമടക്കാനാകാതെ മുറിയിലേക്ക് കയറി. അടുക്കളയിൽ നിന്ന് നീലു ബ്രെഡ് എടുത്തു കൊടുത്ത് കഴിഞ്ഞ 2 ദിവസം ഭക്ഷണം കാണാത്ത കുഞ്ഞുങ്ങളെ പോലെ നല്ലോണം ആസ്വദിച്ച് പെണ്ണ് കഴിക്കുന്നത്. അവളെ കഴിക്കുന്നത് നോക്കി അവനുമുണ്ട്. കഴിക്കുന്നതിൻ്റെ തിരക്കിൽ പവി നീലിനെ നോക്കിയതുമില്ല. എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞ നീലും പവിയും ഒരു രൂപം അടുക്കളയിലേക്ക് നടന്നു വരുന്നത് കണ്ട് അങ്ങോട്ടേക്ക് നോക്കി. ഏട്ടാ, പ്രേതം, പവി വിക്കി വിക്കി പറഞ്ഞു. എൻ്റെ പവി, അത് പ്രേതൊന്നുമല്ല, നീ നോക്കിക്കേ, ഇപ്പോൾ അത് വെട്ടമുള്ളോടത്തേക്ക് വരും. അത് പറഞ്ഞ് നീല ആ രൂപത്തെ ചൂണ്ടിക്കാണിച്ചു. ആ രൂപം വെട്ടത്തിലേക്ക് വന്നതും പവി വായും പൊളിച്ച് നിന്നുപോയി. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം കിരിയേട്ടനാണ്. തലയും ചൊറിഞ്ഞ് പകുതി ഉറക്കത്തിലാണ് പുള്ളിക്കാരൻ. പിന്നെ ഇതൊക്കെ കണ്ട് നീലിന് നല്ല ശീലമുള്ളത് കൊണ്ട് അവന് നേരത്തെ കാര്യം മനസ്സിലായിരുന്നു. ഗിരിയുടെ കോലം കണ്ട് പവി പൊട്ടിച്ചിരിച്ചു. മുടിയൊക്കെ ആകെ അലങ്കോലമായി കിടക്കുന്നു. പോരാത്തതിന് പകുതി ഉറക്കത്തിലുമാണ് നടപ്പ്. ഗിരി ഫ്രിഡ്ജ് തുറന്ന് വെള്ളം മോന്തി കുടിക്കുകയാണ്. പവിയും നീലും നിൽക്കണ കാര്യം ഇതുവരെ കൊച്ചറിഞ്ഞിട്ടേയില്ല. വെള്ളം തിരിച്ചു വെച്ച് ഫ്രിഡ്ജ് അടച്ചതും അതിൻ്റെ പുറകെ നിൽക്കണ പവിയെ കണ്ട് നിന്ന നിൽപ്പിൽ ആളുതേ കിടക്കണു വെട്ടിയിട്ട ചക്ക പോലെ. നീല് പവിയുടെ തലക്കൊരു കൊട്ടുകൊടുത്ത് ചെക്കനെ തട്ടി വിളിക്കാൻ തുടങ്ങി. ഞെട്ടിയണീറ്റ ഗിരി എന്തപ്പുണ്ടായ എന്ന രീതിയിൽ കിളി പറത്തി 2 പേരെയും മാറി മാറി നോക്കി. നീല് തന്നെ അവസാനം കാര്യം പറഞ്ഞു കൊടുത്ത് സെറ്റാക്കി അവനെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. പവി വളിച്ച് ചിരിയും ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് ഓടി. പുറകെ തന്നെ നീലും. അവർ പതിവിലും സന്തോഷത്തോടെ കിടന്നു. നാളെ എന്നത് പലതിൻ്റെയും അവസാനവും ചിലതിൻ്റെ തുടക്കവുമാണെന്നറിയാതെ.